പാലക്കാട് നഗരസഭയുടെ ഡ്രഡ്ജിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള മാലിന്യം നീക്കം ചെയ്യാൻ ഒടുവിൽ നടപടി. മാലിന്യം നീക്കുന്നതിന് മുന്നോടിയായുള്ള ബയോ മൈനിംഗ് ആരംഭിക്കാൻ ഡ്രഡ്ജിംഗ് ഗ്രൗണ്ടിൽ അന്തിമ ഡ്രോൺ സർവേ പൂർത്തിയായി. ഇതിനു മുൻപ് വിവിധ ഘട്ടങ്ങളിൽ 3 തവണ മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി സർവേ നടത്തിയിരുന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. വർഷത്തിന്റെ പഴക്കമുണ്ട് നിലവിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഡ്രഡ്ജിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്. സംസ്കരിക്കാനോ തരംതിരിക്കാനോ നടപടിയുണ്ടാകാത്തതിനാൽ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഈ മാലിന്യ ശേഖരം. ഇവ പൂർണ്ണമായി മാറ്റാനാണ് ഇപ്പോൾ പദ്ധതിയായിരിക്കുന്നത്. ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി 15 കോടി വകയിരുത്തിയാണ് നടപടി. ടെൻഡർ നടപടികളുടെ ഭാഗമായി നിലവിൽ മാലിന്യത്തിന്റെ അളവ് പരിശോധിക്കുന്ന അന്തിമ സർവേ പൂർത്തിയായി. ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരണമാണ്. കാരണം ഇത് തരംതിരിച്ച് അതിൻ്റെ ഗുഡ് സോയിൽ എടുത്തു മാറ്റി ബാക്കിയുള്ള മെറ്റീരിയൽസ് പുനരുപയോഗിക്കാൻ സാധ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ RDF ആയിട്ട് സിമെൻറ്റ് ഫാക്ടറി കൊണ്ടുവന്ന മെത്തേഡാണ്. അതിൻ്റെ ഒരുപാട് കെമിക്കൽ അനാലിസിസ്, ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് കെമിക്കൽ അനാലിസിസ് പോലുള്ള പ്രകൃതിക്കും ആളുകൾക്കും ദോഷകരമല്ലാത്ത രീതിയിലുള്ള സംസ്കരിക്കുന്ന പദ്ധതിയാണ് പാലക്കാട് നഗരസഭ വിഭാവനം ചെയ്തിട്ടുള്ളത്. 1 മാസത്തിനകം മാലിന്യം നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഇതോടെ പതിറ്റാണ്ടുകളായി നഗരസഭാ ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യ മലയ്ക്കാണ് ശാപമോക്ഷം ലഭിക്കുന്നത്. പലകുറി ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടായപ്പോഴും പാലക്കാടും അടുത്തൊരു ബ്രഹ്മപുരവുമോ എന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പുതിയ പദ്ധതിയിലൂടെ ഈ ആശങ്കകളെല്ലാം അകലുകയാണ്. റിപ്പോർട്ടർ, പാലക്കാട്.